യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സവിസ്തരമായി കഴിഞ്ഞ ദിവസം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നിന്നും ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. 5-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ 6-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് നമ്മൾ ജഡസ്വഭാവമുള്ളവരാണോ അതോ നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണോ എന്ന് തിരിച്ചറിയുവാൻ നമ്മളിൽ ഒരു തെളിവ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിങ്ങളുടെ ഫോക്കസ് എവിടേക്കാണ്? നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ പോരാട്ടം നമ്മുടെ ഭവനത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സഭയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്താണ്, നമ്മുടെ അയൽവക്കങ്ങളിലാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ പോരാട്ടം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അവിടുത്തെ മാതാവിനോട് പറഞ്ഞു, ബ്രദർ അത്യാവശ്യമായിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വരണം, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോൾ ആ മാതാവ് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കേണ്ടത് വീടിൻ്റെ അകത്തല്ല, വീടിൻ്റെ വെളിയിലാണ്. ഞാൻ ചോദിച്ചു, വീടിൻ്റെ വെളിയിൽ എന്താണ് പ്രശ്നം? അപ്പോൾ പ്രിയ അമ്മച്ചി പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന പ്ലാവ് കണ്ടു, നിറച്ച് ഞങ്ങൾക്ക് ചക്ക തന്നുകൊണ്ടിരുന്ന ഒരു പ്ലാവാണ്. ഈ പ്രാവശ്യം ഉണ്ടായ ചക്ക എല്ലാം കരിഞ്ഞുപോയി, എല്ലാം ഉണങ്ങി താഴെ വീഴുക. ബ്രദറെ ആ പ്ലാവിൻ്റെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ പ്ലാവിൻ്റെ പ്രശ്നം ഇതോടുകൂടെ അവസാനിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ബാ നമുക്ക് പ്ലാവിൻ്റെ അടുക്കൽ പോകാം. ഞാനും ആ മാതാവും കൂടെ ഒരുമിച്ച് അവിടെ നിന്നു. ഞാൻ ആ മാതാവിനോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മാതാവ് പ്രതീക്ഷിച്ചത് ആ പ്ലാവിൻ്റെ മരത്തിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. പക്ഷെ പകരം ഞാൻ പ്രാർത്ഥിച്ചത് ആ മാതാവിൻ്റെ തലയിൽ കൈവച്ച പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ആ മാതാവ് എന്നോട് ചോദിച്ചു, ബ്രദറെ പ്ലാവിന് പ്രശ്നം എനിക്കല്ല, എന്തിനാണ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്? ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്ലാവിനല്ല പ്രശ്നം, അമ്മച്ചിക്കാണ് പ്രശ്നം. അമ്മച്ചിയുടെ മനസ്സ് മാറണം, അമ്മച്ചിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. അമ്മച്ചി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവം പ്ലാവിനും വ്യത്യാസം കൊടുക്കും. എനിക്ക് അങ്ങനെ പറയണം തോന്നി. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് എൻ്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ, എവിടെയാണെന്ന് എനിക്ക് ചോദിക്കുമായിരിക്കും. പക്ഷെ എനിക്കൊന്നും പറയാനില്ല. എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ആ മാതാവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. അവിടെ ഞാൻ വിട്ടുപോന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി എന്നെ വിളിച്ചു, ബ്രദറെ ഞാൻ ഓട്ടോറിക്ഷയിൽ 2-3 ചക്ക വീട്ടിൽ കൊണ്ട് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ? ദശാംശം ബ്രദർ എൻ്റെ വീട്ടിൽ വന്ന് പ്ലാവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എൻ്റെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, പ്ലാവിന് വേണ്ടി അല്ല ബ്രദർ പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എങ്കിലും എൻ്റെ പ്ലാവിൽ ദൈവം അത്ഭുതം ചെയ്തു. ഈ പ്രാവശ്യം ഒരു ചക്ക പോലും വീണു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. വാസ്തവത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സംഭവമാണിത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ഭവനത്തിലുള്ള പല വിഷയങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു. വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. എന്നെ വിളിക്കുന്ന പലരും പല രീതിയിലുള്ള പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. ചിലർ അവരുടെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ചിലർ അവരുടെ വീട്ടിലുള്ള പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ചിലർ അവരുടെ ഭവനത്തിലുള്ള പക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ആളുകളുണ്ട്. വളരെ രസകരമായ പ്രാർത്ഥന വിഷയങ്ങളാണ്. പക്ഷെ അവരോടെല്ലാം ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പട്ടികളോ നിങ്ങളുടെ പക്ഷികളോ നിങ്ങളുടെ വീട്ടിലെ പശുക്കളോ ഒന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ചിന്തകളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വിജയിച്ചാൽ നമുക്കുള്ളതെല്ലാം ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ഭാരപ്പെട്ടത്. നേരത്തെ ആ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ചിലരെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവരെല്ലാം ചിന്തിക്കുന്നത് അവരുടെ ഭൗതികത്തിലാണ് പിശാച് പിടിക്കുന്നത്. അവരുടെ തെങ്ങ്, അവരുടെ വാഴ, അവരുടെ മൃഗങ്ങൾ, ഇതെല്ലാം അവർ ചിന്തിക്കുന്നത് അതിനോടാണ് പിശാച് പോരാടുന്നത്. നോ, അവരോടൊന്നും അല്ല. മറിച്ച് പിശാച് പോരാടുന്നത് നമ്മളോടാണ്. അത് പോരാടുന്നത് നമ്മുടെ മാനസിക മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ മാനസിക മണ്ഡലത്തിൽ
പിശാച് പോരാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ നമുക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ളവർ ദൈവവചനം കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ദൈവവചനത്തിനു മുമ്പാകെ അവർ അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് അവരുടെ സ്ഥിതിയെ ദൈവം മാറ്റുന്നത്. യോബിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ലേ? യോബിന്റെ ജീവിതം എന്തൊരു ജീവിതമാണ്! യോബ് എന്ന ആ സാധു മനുഷ്യൻ, അതേസമയം വളരെ സമ്പത്തുള്ളതായ മനുഷ്യൻ, പക്ഷെ ദൈവത്തിന് മുമ്പിൽ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അവന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു തടിച്ചു. അവനെപ്പോഴും ഒട്ടും കഷ്ടമെടുത്ത് അവന്റെ ശരീരം ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും തൻ്റെ പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ്. യാതൊരു കുഴപ്പവുമില്ലാത്ത, എല്ലാ നിലയിലും ഭദ്രമായി ജീവിക്കുന്ന തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കുക. ഭാര്യ പലപ്പോഴും അവനെ കളിയാക്കി, എന്താ മനുഷ്യ നീ ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ രോഗം മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, പകരം മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആത്മാവിനാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഏരിയകളല്ല പിശാച് ആക്രമിക്കുന്നത്. നിങ്ങളുടെ സമ്പത്തിനെ ആക്രമിക്കാനല്ല ആത്യന്തികമായി പിശാച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയം ഏകാഗ്രപ്പെടുമെന്നുള്ള ആ അപകടാവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാണ് പിശാചിന്റെ ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഏകാഗ്രത നശിപ്പിക്കുക, ദൈവത്തെങ്കിലേക്കുള്ള ആത്മീയമായ ചിന്തകളിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വായിച്ച അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതായ വേദഭാഗം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു, ജഡത്തിന്റെ ചിന്ത മരണം. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ഭാഗം നമ്മൾ അടുത്ത ദിവസത്തേക്ക് ചിന്തയ്ക്കായി മാറ്റിവെക്കുക. പക്ഷെ ഇന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചേ, ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? എൻ്റെ ബാറ്റിൽ ഫീൽഡ് മനസ്സാണെന്ന് വ്യക്തമായിട്ടും തിരുവചനത്തിലൂടെ എനിക്ക് ബോധ്യമാകുന്നുണ്ട്, നമുക്ക് ബോധ്യമാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നു. അതെ, നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. എങ്ങനെ? ദൈവവചനത്താൽ ജയിക്കാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തു വചനത്താൽ പിശാചിനെ ജയിച്ചതുപോലെ നിങ്ങൾക്കും പിശാചിനെ ജയിപ്പാൻ കഴിയും ദൈവവചനത്താൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് വായിക്കുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുക, സംഗ്രഹിക്കുക. അടുത്തത്, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. ഒരുപക്ഷെ നിങ്ങൾ സംസാരിക്കണം, അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ആ വചനം നിങ്ങൾക്ക് ആധാരമായിരിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങളെ വിട്ട് പിശാച് ഓടിപ്പോകുവാനിടയായിത്തീരും. അതെ, ഇന്ന് ഈ ദിവസം നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ബാറ്റിൽ ഫീൽഡ്, ഞങ്ങളുടെ പോരാട്ട സ്ഥലം എപ്പോഴും ഞങ്ങളുടെ മനസ്സാണെന്നുള്ള ആ വലിയ തിരിച്ചറിവ് ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കോണം ഇടയാതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ആത്മാവിനാൽ പിശാചിന്റെ ആ തന്ത്രങ്ങളെ വിജയിപ്പാൻ തക്കോണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സഹായിക്കണമേ. അതിനായി ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിപ്പാനുമുള്ള മനസ്സ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.